പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോരാട്ടമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് പാലക്കാട് ഇത്ര ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമുണ്ടായി? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ വിവാദങ്ങൾ വിട്ടൊഴിയാതെ മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആ വിവാദങ്ങളെ നിലനിർത്തുവാൻ മാധ്യമങ്ങൾക്കും കഴിയുന്നു, അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയുന്നു. UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനും ഡോക്ടർ പി സരിനും ശ്രീ സി കൃഷ്ണകുമാറിനും അവിടെ കൃത്യമായിട്ട് വിവാദങ്ങൾ നിലനിർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികളായി മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നു. മറ്റു എല്ലാ തരത്തിലുമുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി നീട്ടി എന്നുള്ളതും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ 20ലേക്ക് പോയപ്പോൾ ഇന്ന് 16-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ പോലും, അല്ലെങ്കിൽ 17-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ പോലും അവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരു ശ്രദ്ധേയമായ വിവാദമായി മുന്നോട്ട് പോകുന്നത്. വിവാദങ്ങൾക്ക് ശമനമില്ല പാലക്കാട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ഒടുവിൽ BJPയിൽ നിന്ന് അവരുടെ ഏറ്റവും കരുത്തനായ ചാനൽ ചർച്ചകളിലെ BJPയുടെ മുഖമായ സന്ദീപ് വാര്യർ തന്നെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നു. സന്ദീപ് വാര്യർ അതിനു മുമ്പ് CPM നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു, BJPയുമായി പിണങ്ങിയിരുന്നു എന്നുള്ളതെല്ലാം നമുക്കറിയാം. പക്ഷെ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസിലേക്ക് വരുമെന്ന് ആരും കണക്കൂട്ടിയിട്ടില്ല. കാരണം കോൺഗ്രസിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരെയും പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഒരു ജനസ്വീകാര്യത വർദ്ധിപ്പിക്കാനുള്ള ശ്രമം പൊതുവെ കോൺഗ്രസ് നടത്താറില്ല. പ്രൊഫഷണലുകളായ ആളുകളൊക്കെ, രാഷ്ട്രീയമില്ലാത്ത ആളുകളൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന അവസരങ്ങൾ കൊടുക്കാറുണ്ട്. ശശി തരൂരിനെ പോലെയുള്ള, ഡോക്ടർ S ലാലിനെ പോലെയുള്ള, അങ്ങനെ ഒരുപാട് ആളുകളെ അവർ കൊണ്ടുവന്ന് അവസരങ്ങൾ കൊടുക്കാറുണ്ടെങ്കിലും മറ്റു പാർട്ടികളിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കാറ് അത് കോൺഗ്രസിന്റെ സ്ട്രാറ്റജി അല്ല. എന്നാൽ ഇപ്പോൾ കാലം മാറി, നാട് മാറി, സാഹചര്യങ്ങൾ മാറി എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് അവരുടെ സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. BJPയിൽ നിന്നും വേണ്ടി വന്നാൽ നേതാക്കന്മാരെ അടർത്തിയെടുത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീണ് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സ്ട്രാറ്റജി ഈ ഘട്ടത്തിൽ കോൺഗ്രസും എടുത്തിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പാലക്കാട് വലിയ അട്ടിമറികൾക്ക് ഇത് സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം പാലക്കാടിൻ്റെ ഒരു സ്വാഭാവികമായ സ്ഥിതി എന്ന് പറയുന്നത് UDF മണ്ഡലമാണ്. ശ്രീ ഷാഫി പറമ്പിൽ 3 തവണ MLA ആയിട്ടുള്ള മണ്ഡലമാണ്. ഈ ശ്രീധരനെ പോലെയുള്ള ഒരു വ്യക്തിത്വം മത്സരിച്ചിട്ട് പോലും BJPക്ക് അത് തിരിച്ച് പിടിക്കാൻ, UDFയിൽ നിന്ന് വിജയം പിടിച്ചു വാങ്ങാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ, ഷാഫി പറമ്പിൽ കൃത്യമായി ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ UDFന് വിജയമുണ്ടാകും എന്ന കാര്യം തർക്കമല്ല. എന്നാൽ സി കൃഷ്ണകുമാറിനെ പോലെയുള്ള വളരെ ജനകീയനായ ഒരു നേതാവ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളത് BJPയെ അങ്ങനെ എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസിനറിയാം. മാത്രവുമല്ല, പി സരിനെ പോലെയുള്ള പഴയ കോൺഗ്രസ്സുകാരനെ തന്നെ കൊണ്ടുവന്ന് CPM സ്ഥാനാർത്ഥിയാക്കുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം 3-ാം സ്ഥാനത്തുള്ള പാർട്ടിയാണ്, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ സരിനെ പോലെയുള്ള ആരെയും ട്രൈ ചെയ്യാൻ അവർക്ക് കഴിയും. അങ്ങനെ ഒരു പരിശ്രമം അവർ നടത്തുന്നുള്ളതാണ്. അപ്പോൾ പിന്നീടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, പെട്ടി വിവാദം, അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്കുകൾ, ഇതെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോൾ പോലും ഏതെങ്കിലും ഘട്ടത്തിൽ അത് തങ്ങളെ ബാധിക്കുമോ എന്ന് പലപ്പോഴും UDF നേതൃത്വം പുനർവിചിന്തനം നടത്തുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പോയ പലയിടങ്ങളിലും കോൺഗ്രസിന് അടിപറ്റിയത് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ്. മാത്രമല്ല, എല്ലാ ഏജൻസികളും ആത്മവിശ്വാസത്തിലായിരുന്നു അവിടെ കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് വരും എന്നായിരുന്നു. എന്നാൽ അവിടെ ആ വിജയം ആവർത്തിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഈ തരത്തിലുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും നിരീക്ഷണങ്ങളും അങ്ങനെ ഒരു വിജയമുണ്ടാകുമെന്ന ആ ഒരു സാഹചര്യം ആവർത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഹരിയാനയിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഓവർ കോൺഫിഡൻസിൽ പോകുന്നത് അപകടം ചെയ്യുമെന്ന് കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാം, ഷാഫി പറമ്പിലിനറിയാം, VD സതീഷിനറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യങ്ങൾ മാറുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ടൈറ്റ് മത്സരത്തിന് ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെയുള്ള തോന്നൽ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അവിടെ വാര്യർ വിഭാഗത്തിനും അതുപോലെ തന്നെ പരമ്പരാഗതമായി BJPക്ക് വോട്ട് ചെയ്യുന്ന സമുദായങ്ങളൊക്കെയുള്ള ആ സമുദായത്തിനകത്ത് കുടുംബതലത്തിൽ തന്നെ ബന്ധമുള്ള സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരാളെ കൊണ്ടുവരിക വഴി
BJP-യിൽ നിന്ന് വോട്ടുകൾ കിട്ടാൻ ഏതെല്ലാം നിലയിൽ വോട്ടുകൾ നേടാൻ കഴിയുമോ ആ നിലയിലെല്ലാമുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യരെ BJP-യുമായി പിണങ്ങി നിന്ന് ഇടതുപക്ഷത്തേക്ക് പോകും, ഒരു ക്രിസ്റ്റൽ ക്ലിയർ കൊമറേഡായി സന്ദീപ് വാര്യർ CPM-ൽ എത്തുമെന്നാണ് AK ബാലനെ പോലെയുള്ള സീനിയർ നേതാവ് പറഞ്ഞിരുന്നത്. അങ്ങനെ CPM നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്ന സന്ദീപ് വാര്യർ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസ് അവര് ഏതെങ്കിലും ദോഷകരമായ സാഹചര്യം തങ്ങൾക്ക് പാലക്കാടുണ്ടെങ്കിൽ അതുകൂടി നികത്താനുള്ള ശ്രമം, എല്ലാ വിവാദങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് പാലക്കാട് UDF അവസാന നിമിഷങ്ങളിൽ ഗോൾ സ്കോർ ചെയ്യുന്ന സാഹചര്യമാണ് കാണുന്നത്. മാത്രവുമല്ല സന്ദീപ് വാര്യരെ കൊണ്ടുവരിക വഴി BJP-യിലേക്ക് കോൺഗ്രസിൽ നിന്ന് ഒഴുക്ക് എന്ന ഒരു സംസാരം പൊതുവെയുണ്ട്. അതിനൊരു മാറ്റം വരുത്തി BJP-യിൽ നിന്ന് തിരിച്ച് കോൺഗ്രസിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു ഒരു വർത്തമാനം ഉണ്ടാക്കുവാനും ഈ ഒരു സന്ദീപ് വാര്യർ വരവിലൂടെ കോൺഗ്രസ് UDF ലക്ഷ്യമിടുന്നു. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, ഷൊർണൂർ പോലെയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് UDF-ന് വിജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു പക്ഷേ അതുപോലെ തന്നെ കിട്ടാക്കനിയായ ഒരു മണ്ഡലമായി പത്മജ വേണുഗോപാലിന്റെ BJP പ്രഭാഷണത്തോട് കൂടിയിട്ട് തൃശ്ശൂർ സിറ്റി മണ്ഡലവും മാറിയിട്ടുണ്ട്, തൃശ്ശൂർ നിയോജക മണ്ഡലം. അപ്പോൾ തൃശ്ശൂരിലോ അല്ലെങ്കിൽ ഷൊർണൂരിലോ ഒറ്റപ്പാലത്തോ ഒരു സ്ഥാനാർത്ഥിയായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ ഉണ്ടാകും. പാലക്കാട് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ സാധ്യത കൂടി അടക്കുന്നതാണ് UDF-ന്റെ ഈ സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജി എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.